എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ പാസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ആരോഗ്യരംഗത്തെക്കുറിച്ച് തന്നെയാണ്. നാളെ ഒരു ഇൻഫർമേഷൻ കണക്കിൽ ഈ ആരോഗ്യ വകുപ്പിൽ നമ്മൾ എത്തിയാൽ ഒരു ഇൻഫർമേഷൻ ചോദിച്ചാൽ അവർക്ക് തരാൻ പറ്റുമോ? പറ്റിയാൽ നല്ലത്, പക്ഷെ തരാൻ സാധ്യമല്ല. നമുക്ക് മൊത്തമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകൾ കേരളത്തിൽ, ദെൻ ആരോഗ്യ കേന്ദ്രങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, ഇവിടെ ആകെ മൊത്തം ഒന്ന് സർവേ എടുത്താൽ അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ്, എക്സ്റേ, സ്കാനിങ് മെഷീൻ, അങ്ങനെ ഒത്തിരി ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എത്ര എണ്ണമുണ്ട്, അതിൻ്റെ ഒരു ഐറ്റൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര എണ്ണം വർക്ക് ചെയ്യുന്നു, പ്രായോഗികമായി വർക്കിംഗ് കണ്ടീഷനുള്ള എത്ര എക്യുപ്മെൻറ്റ്സാണ് അറിയുമോയെന്നറിയില്ല, അറിയാൻ സാധ്യതയില്ല. ഇനി അങ്ങനെയുള്ള മെഷീൻസ് റിപ്പയറിങ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് ആണ്, അതിന് ആനുവൽ മെയിൻ്റനൻസ് ആണ്. ഇതിൻ്റെ ഹിസ്റ്ററി ഷീറ്റ് അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല, ഉണ്ടായാൽ തന്നെയും അതറിയില്ല, അറിയിക്കാൻ ശ്രമിക്കത്തുമില്ല. ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ്. ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെത്തിയാൽ അത് ശരിയായിട്ടുള്ള രോഗനിർണയം നടത്തണമെങ്കിൽ എക്സ്റേ എടുക്കണം, സ്കാനിങ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. ആൾമോസ്റ്റ് 99% എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട് താനും. എന്നാൽ ആ എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നില്ലയോ എന്ന് അറിയില്ല. ഇത് മോസ്റ്റ്ലി ഉള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ കഴിവത് ഒരു 60% വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കില്ല. അതിനെന്തെങ്കിലും കുഞ്ഞു റിപ്പയറുകൾ കാണും. ഈ കുഞ്ഞു റിപ്പയറുകൾ അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല, കാരണം അതിലാർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇതിന് കുഞ്ഞു റിപ്പയറുകൾ ഇല്ലാതെ അതിനെ പ്രവർത്തിച്ച് അവസാനം ചെറിയ ഇതിൽ ഡാമേജ് ആകുമ്പോൾ അതിനങ്ങോട്ട് ഒതുക്കി മാറ്റി പിന്നെ രോഗികൾ പോകേണ്ടത് പ്രൈവറ്റ് ലാബിലൊക്കെ പോയി ടെസ്റ്റിലാണ് നടത്തുന്നത്. എന്തോ ഒരു ക്യാഷാണ് അതിന് അവർ ചിലവാക്കേണ്ടി വരുന്നത്. നല്ലൊരു എമൗണ്ട് പ്രൈവറ്റ് ലാബുകാരെല്ലാം വാങ്ങുന്നു. അതിൽ ലാഭം കഴിയുന്ന പലരും ഉണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം, ഇതിന് പ്രത്യേക ഒരു ലോബിയുണ്ട്. ആ ലോബിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇവർ എപ്പോഴും മെയിൻ്റനൻസിലുപരി, റിപ്പയറിലുപരി ഇവർ വന്ന് പുതിയ മെഷീൻ വാങ്ങാനായി കൂടുതൽ താല്പര്യം കാണിക്കുന്ന കാര്യം, അതിൽ കമ്മീഷൻ കിട്ടും. ഇനി ഏത് വകുപ്പ് മന്ത്രികളായിരുന്നാലും ആ വകുപ്പ് മന്ത്രികൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, അവർക്ക് ഇൻഡിപെൻഡൻ്റ് തീരുമാനങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേറൊരു CID ടീമുണ്ട്. അത് ഡയറക്റ്റ് ലിങ്ക് വിത്ത് ചീഫ് മിനിസ്റ്റർ ഓഫീസ്. അതാണ് കാര്യം. ഇതിനെല്ലാം ഒരു കോക്കസ് ഉണ്ട്. ഇതിനെല്ലാം മിഷൻ വാങ്ങുന്ന ആരാണ്, എത്ര രൂപയ്ക്ക് ചെയ്യണം, എന്ത് കൊട്ടെ, ഇതെല്ലാം. ഇത് പാവം ഡോക്ടേഴ്സും അറിയില്ല, രോഗികളും ഒരു പക്ഷേ ഈ വകുപ്പ് തലം മന്ത്രി വരെ അറിയില്ല. അതറിയാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി ഈ രോഗികളെ ഫേസ് ടു ഫേസ് കാണുന്നത് ഡോക്ടേഴ്സാണ്. അതിൽ പല ഡോക്ടർ ഹാജിസ്മാരെ പോലുള്ളവരുണ്ട്. അവർ നിസ്സഹായരാണ്. ചിലവർ, നമ്മളിപ്പോൾ ഡോക്ടർ ഹാജിസിൻ്റെ എന്നൊക്കെ അറിയാൻ മനസ്സിലായി, ചില വേദന കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട്, സങ്കടം കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പബ്ലിക്കിൽ സംസാരിച്ചു പോകണം. അങ്ങനെയാണ് ഡോക്ടർ ഹാരിസിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ഇത്രയും ഭൂകമ്പം ഉണ്ടായത്. അയ്യോ, എന്തായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ പിന്തുടരുന്നത്. അവൻ ആരോഗ്യമന്ത്രി വിടിയില്ല. എപ്പോഴും വളരെ സിമ്പിൾ സിസ്റ്റം, ചെറിയൊരു സിസ്റ്റത്തിന് തകരാറാണ്. നമുക്കറിയാം ആ ഡോക്ടർ എന്തോരം മാനസിക വേദന അനുഭവിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയല്ല മാനസിക വേദന, പാവം പിടിച്ച് പട്ടിണി പാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചികിത്സിക്കാൻ വരുമ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെൻറ്റ്സിനെ പ്രോപ്പറായി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഡോക്ടേഴ്സ് ഒരു രോഗനിർണയം നടത്തുന്നത്. എങ്ങനെ നടത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ചെങ്കിലും ഹൃദയാലുക്കളായ, കുറച്ചെങ്കിലും സ്നേഹം എന്നുള്ള ശകലം കണിക ഉണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സ് ആ രോഗിയെ ശരിക്ക് ശ്രദ്ധിക്കും. രോഗി ഏത് തരം ചികിത്സയാണ് വേണ്ടത്, എന്ത് തരം ടെസ്റ്റൊക്കെയാണ് വേണ്ടതെന്ന് ഡോക്ടർ നിർണ്ണയിക്കും. പക്ഷെ ആ നിർണ്ണയിച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്തണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഈ എക്യുപ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ അവർ പുറത്തേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അവർ പലർക്കും സാധിക്കില്ല. അങ്ങനെ
ജീവൻ നഷ്ടപ്പെട്ടവർ ഒത്തിരി ഉണ്ട്. അതിനൊന്നും ആരും കണക്കെടുക്കാറില്ല. അത് ഈശ്വരന് മാത്രമേ അറിയൂ. എന്നാൽ ഈ വേദനാജനകമായ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആണ് ഡോക്ടർ ഹാരിസിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ പബ്ലിക് അറിയാൻ ഇടയായത്. ഇന്നും ആ ബുദ്ധിമുട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ ആരോഗ്യമന്ത്രിയോടൊന്ന് പറയാണ്, നിങ്ങൾ ദൈവികത ഇനിയെങ്കിലും, നിങ്ങൾക്ക് കുറച്ച് നാളേ ഉള്ളൂ, ഇനിയുള്ള ശേഷിക്കുന്ന നാളെങ്കിലും നിങ്ങളിലുണ്ടായ അപാകതകളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. തിരിച്ചറിഞ്ഞ് പാവം പിടിച്ച രോഗികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഉള്ള എക്യുപ്മെൻറ്റ്സിനെ കണ്ടീഷൻസിനാക്കുക, മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്യിക്കുക. അതിന് ശരിക്കും നിങ്ങളൊരു ഡയറക്റ്റ് ഒരു വീക്ഷണം നടത്തുക. അതിനൊരു പ്രത്യേക ഒരു ടീമിനുണ്ടാക്കി മൊത്തം ഹോസ്പിറ്റലിലുള്ള ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എടുക്കുക, അതിൻ്റെ മെയിൻ്റനൻസ് എടുക്കുക, അതിൻ്റെ മെയിൻ്റനൻസ് ചാർട്ട് എടുക്കുക, അതിൻ്റെ വാറണ്ടി പീരീഡ് നോക്കുക. ഇതൊക്കെ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുവിധം തെറ്റില്ലാത്തൊരു സേവനം ഈ പാവം പിടിച്ച രോഗികൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഡോക്ടേഴ്സ് ഡിഫറൻ്റാണ്. അതിൽ ഈ എങ്ങനെയെങ്കിലും വന്നിരുന്ന് പോണവരാണ്. അതിൽ മനസാക്ഷിയോട് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും കാണും. ഞാൻ എല്ലാവരും പറയാം. പക്ഷേ ചില അവതാരങ്ങളുണ്ട് ഡോക്ടേഴ്സ്, അത് കുലംകുത്തികൾ ഇവിടെ കുറച്ചുണ്ട്. അത് നമ്മളിപ്പോൾ ഡോക്ടർ ഹാരിസിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. കുലംകുത്തികൾ ഒത്തിരി ഉണ്ട്, നല്ല ഡോക്ടേഴ്സും ഉണ്ട്. ഈ കുലംകുത്തികളും ഈ കുലം കുത്താത്ത ഡോക്ടേഴ്സും തമ്മിലൊക്കെ ഒരുപാട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണാ ജോർജിനോട് പറയുന്നു, പ്ലീസ്, നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. അനായാസം ചെയ്യുന്നതിന് പകരം നിങ്ങൾ പല പ്രഖ്യാപനം അവിടെ ഇവിടെ ഓടി കിടക്കും. നിങ്ങൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് നിങ്ങൾക്ക് അനുഭവം കണ്ടല്ലോ. പബ്ലിക് നിങ്ങളെ കറോവ് ചെയ്യുന്ന ലെവൽ വരെയായി. അവസാനം പോലീസ് പൊട്ട് നിങ്ങൾ പുറത്തിറങ്ങിയുണ്ട്. ഇത് അവിടെ ഉള്ള സംഭവമാണ്. പക്ഷേ എല്ലാ ജനങ്ങളും നിങ്ങളിങ്ങനെ പല രീതിയിൽ കാത്തിരിക്കുകയാണ് ഒന്ന് കാണാൻ വേണ്ടി. നിങ്ങൾ അവിടെ ഒന്നും പ്രത്യക്ഷപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ പാവം പിടിച്ച രോഗികളെ ഉപദ്രവിക്കരുത്. അവർക്ക് വേണ്ട ചികിത്സ കിട്ടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതിൻ്റെ ഏതൊക്കെ ലാബോ എക്സ്റേ എവിടെയൊക്കെയാണ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു സർക്കുലർ പുറപ്പെടുവിച്ച് വേണ്ടത് ചെയ്യുക. നിങ്ങളുടെ നാട്ടുകാരാണല്ലോ, നിങ്ങളൊക്കെ വലിയ ദൂരമല്ല. ആ ധനകാര്യ മന്ത്രിയോട് പറയുക, അതുകൊണ്ട് അതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറയുക. നിങ്ങൾ അനാവശ്യമായിട്ട് എന്തോ ഈ വലിയ പത്രത്തിൽ പരസ്യത്തിനൊക്കെ ഇതുണ്ടല്ലോ. അതുകൊണ്ട് ധനകാര്യ വകുപ്പും ഈ വകുപ്പ് മന്ത്രിമാരൊക്കെ ചേർന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുക. എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വീക്ഷിക്കാൻ തന്നെ വേറെ CID ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഓപ്പണായിട്ടൊന്നും പറയാൻ പറ്റില്ല. വീർപ്പുമുട്ടലാണ്. ഞങ്ങൾക്കറിയാം പല മന്ത്രിമാരും അങ്ങനെ വീർപ്പുമുട്ടാറുണ്ട്. അതൊക്കെ നമ്മൾ അറിയാറുണ്ട്. അതുകൊണ്ട് ഈ സിസ്റ്റമെല്ലാം ഒന്ന് നോക്കി പാവം പിടിച്ച രോഗികൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവരെ സഹായിച്ചാലും കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.